നേമത്തും തിരുവനന്തപുരത്തും ചെയ്യാത്ത വോട്ട് ആരെ ചതിക്കും? തിരുവനന്തപുരത്ത് ആകെ ആശങ്ക. സംസ്ഥാനത്താകെ 71 മണ്ഡലങ്ങളിൽ 2021 അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതിൽ 9 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത്. ഇവ ഉൾപ്പെടെ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കാര്യമായി ഉയർന്നെങ്കിലും പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണം ഈ 9 മണ്ഡലങ്ങളിലും താഴേക്കാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഇടിഞ്ഞത്. ഇതിൽ നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് പോൾ ചെയ്ത വോട്ടിലുണ്ടായ കുറവ്. കുറഞ്ഞ വോട്ടുകൾ ആരുടെ വോട്ട് കുറയ്ക്കുമെന്നും ആരെ തോൽപ്പിക്കുമെന്നുമുള്ള ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. LDFന് 3949 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച നേമത്ത് 7026 വോട്ടും 7089 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച തിരുവനന്തപുരത്ത് 8465 വോട്ടുമാണ് പോളിംഗിൽ കുറവുണ്ടായത്. ഈ 2 മണ്ഡലങ്ങളിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കണക്കാക്കിയിരിക്കുന്നത് 2500-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള ജയമാണ്. നേമത്ത് NDAയും തിരുവനന്തപുരത്ത് UDFും ജയം അവകാശപ്പെടുന്നുണ്ട്. LDFിന്റെ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും കുറഞ്ഞ വോട്ടുകൾ മറ്റ് സ്ഥാനാർത്ഥികളെയാകും ബാധിക്കുകയെന്ന LDF നേതൃത്വം പറയുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ LDF ചെയ്ത കള്ള വോട്ടുകൾ ഇത്തവണ ചെയ്യാൻ കഴിയാതെ വന്നതോടെ വോട്ടുകൾ കുറഞ്ഞെന്ന രാഷ്ട്രീയ ആരോപണമാണ് UDFിൻ്റേത്. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞെന്ന കൃത്യമായ നിഗമനത്തിലേക്ക് മുന്നണികൾ എത്തിയിട്ടില്ല. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ SIRന്റെ ഭാഗമായി ശരാശരി 40,000 വോട്ടുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിന് പുറമെയാണ് പോളിംഗിലും വൻ ഇടിവുണ്ടായത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം മണ്ഡലങ്ങളിലാണ് പോൾ ചെയ്ത വോട്ടുകളുടെ വർധന. ഓരോ മണ്ഡലത്തിലും 697 മുതൽ 3885 വരെ വോട്ടുകൾ കൂടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കണക്കുകൾ അന്തിമമാക്കുമ്പോൾ എണ്ണത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാമെങ്കിലും നിലവിലെ സ്ഥിതി ഇതാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ റോയ് കെ പൗലോസിന് കിട്ടും വൻ ഭൂരിപക്ഷമെന്ന വിശകലനവുമായി UDF. ഇടുക്കി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജവഹർ ഭവനിൽ ചേർന്ന UDF നിയോജക മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. 10 വർഷക്കാലത്തെ പിണറായി ഭരണവും 5 വർഷം മന്ത്രിയായിട്ടും എടുത്തു പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ റോഷി അഗസ്റ്റിൻ നടപ്പാക്കാത്തതും മണ്ഡലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരവും വികസന രംഗത്തെ പിന്നോക്കാവസ്ഥയും UDF സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും UDFന് നേടാൻ കഴിഞ്ഞ വൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടാൻ കാരണമാകുമെന്നും വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ബൂത്ത് മണ്ഡലം നേതാക്കളെ നേരിൽ കാണാൻ 16 മുതൽ മണ്ഡലം തല UDF യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചു. ദേവികുളം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി F രാജ 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. അടിമാലിയിൽ നടന്ന UDF കമ്മിറ്റിയിലാണ് ഓരോ മണ്ഡലം കമ്മിറ്റികളുടെയും ചുമതലയുണ്ടായിരുന്നവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ നേതാക്കന്മാരും പ്രവർത്തകരും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവും മണ്ഡലത്തിൽ പ്രതിഫലിച്ചു.